ഒമാന്റെ ഒരു ശരിക്കുള്ള ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ബൗഷറിലെ ചിക്ലെറ്റ്സ് ഫ്രൈഡ് ചിക്കൻ വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് സ്വദേശികളുടെ ഇടയിലാണെങ്കിലും വിദേശികളുടെ ഇടയിലാണെങ്കിലും വളരെ പോപ്പുലർ ആയി കഴിഞ്ഞു ചിക്ലെറ്റ്സ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ ഒരുപാട് നൂറുകണക്കിന് വിഭവങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ളതെല്ലാം സിഗ്നേച്ചർ ഐറ്റംസ് ആണ്. ഇവരുടെ ഒരു യുണീക്ക് ടേസ്റ്റ് അതിനുണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ വ്യൂവേഴ്സിന് ടോട്ടൽ ബില്ലിൽ 20% അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. ഇത് ഇവിടുത്തെ ബക്കറ്റ് ചിക്കൻ കോംബോ ആണ്. അതിപ്പോൾ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് സ്മോൾ വേണമെങ്കിൽ അതുണ്ട്, മീഡിയം, ലാർജ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ബൗഷറിലാണെന്ന് പറഞ്ഞല്ലോ, ഇവിടെ അടുത്ത ചുറ്റുവട്ടത്തൊക്കെയുള്ള സ്ഥലത്തേക്ക് ഇവർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഫ്രൈഡ് ചിക്കൻ ഷോപ്പുകളിൽ അങ്ങനെ നമ്മൾ കാണാത്ത ചില വിഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ പാസ്തയാണ് ഇത്, അതുപോലെ ഇത് ചിക്കൻ നൂഡിൽസും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്ലെറ്റ്സിന്റെ ഫ്രൈഡ് ചിക്കൻ ആണ് ഇതിലത്തെ കീ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇവിടെ. ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് ഇത് ഭയങ്കര ക്ലിക്കായിട്ടുണ്ട് ഇവിടെ ശരിക്കും. ഇത് ചിക്ലെറ്റ്സിന്റെ ഫ്രൈഡ് ചിക്കനും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഇവരുടെ ഒരു സ്പെഷ്യൽ സോസും ഒക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ ഡൈനമൈറ്റ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടു, ഇതിനെ ക്രിങ്കിൾ കട്ട് എന്നാണ് പറയുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അടിപൊളിയാണ്. ചിക്ലെറ്റ്സിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ശരിക്കും വടക്കൻ മലബാർ എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്നുള്ള ഒരു രുചിയുടെ മാത്രമല്ല അവിടെ നിന്നുള്ളൊരു സൗഹൃദത്തിന്റെ കഥ കൂടിയുണ്ട് പറയാൻ. 3 ഫ്രണ്ട്സ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേരെങ്ങനെയാണ്? ഹമീദ്, ജാഷിർ, സഫ്വാൻ. ഓക്കെ, ആരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ? ആക്ച്വലി ഞങ്ങള് ഫുഡീസ് ആണ്, ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ ഞങ്ങൾ നല്ല എക്സസൈസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളി 19 years സൗദിയിലായിരുന്നു. അപ്പോൾ അൽബേക്കിന്റെ ക്രേസ് ആണ്. അപ്പോൾ ആ അൽബേക്കിന്റെ ഒരു സെയിം ടേസ്റ്റ് ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് പുള്ളി വന്നത്. സോ ഞങ്ങളുടേതായ ഓൺ റെസിപ്പിയും ആ അൽബേക്കിന്റെ റെസിപ്പി കൂടെ വെച്ച് ഞങ്ങൾ ഒരു ഫ്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ മസാല ആക്ച്വലി. സോ ഇറ്റ്സ് ഡിഫറെന്റ്. തീർച്ചയായിട്ടും പറയുന്നില്ല, പക്ഷേ ഇതാണ് ഞങ്ങളുടെ ഒരു എന്താ ഇൻസ്പിറേഷൻ. ആക്ച്വലി അൽബേക്ക് പുള്ളി കൊണ്ടുവന്ന ഒരു തോട്ടാണ്. പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ഫുഡീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് റിലേറ്റഡ് ചെയ്യണം തോന്നി, അങ്ങനെ ഞങ്ങൾ ഇത് തുടങ്ങി. അൽഹംദുലില്ലാഹ് സെക്കൻഡ് ബ്രാഞ്ച് ഞങ്ങൾ മവാല ഇപ്പോൾ റീസെന്റ് ലാസ്റ്റ് മന്ത് 28 തുടങ്ങി. സോ ദാറ്റ് ഓൾസോ ഡൂയിങ് ബെറ്റർ ഇൻ മവാല സെൻട്രൽ വെജിറ്റബിൾ മാർക്കറ്റിന്റെ ഡിസൈഡിലായിട്ട്. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 7-8 മാസമായി അല്ലേ? എങ്ങനെ പോണു ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക്? അടിപൊളിയാണ്. നമ്മൾ ഒമാനീസ് ഒക്കെ വന്നിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഒരു ഒഴിഞ്ഞ സ്ഥലമാണല്ലോ, പാർക്കിംഗ് ഫ്രീ ആണ്, ഒരു തിരക്കില്ല, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വന്നിട്ട് ആൾക്കാർ ടേബിളൊക്കെ എടുത്ത് അങ്ങ് മൂലൊക്കെ അവിടെ പോയി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. 3 മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കാം, ഭക്ഷണം വാങ്ങിച്ചിരിക്കാം, സംസാരിക്കാം. അങ്ങനെ ഫാമിലീസ് ഒക്കെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും ഇപ്പോ സമ്മർ സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഈ വൈകുന്നേര സമയത്ത്, ഉച്ചക്കത്തെ കാര്യമല്ല പറഞ്ഞത്, എന്നാലും നല്ലൊരു കാറ്റുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് അടുത്ത ഒരു സ്വപ്നം? ഇനി താങ്കളാണല്ലോ ഇതിന്റെ ഞങ്ങളുടെ നെക്സ്റ്റ് ഞങ്ങളുടെ പ്രോജക്ട് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ ഒരു ഡ്രൈവ് ത്രൂ ഒരു ഔട്ട്ലെറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം ആക്ച്വലി. സോ വി ആർ ലുക്കിംഗ് ഫോർ ദ പ്ലേസ്. maybe ബോഷർ അല്ല, അൽഖുവൈർ, maybe അൽഖൂദ്, സംവെയർ. ഞാനിങ്ങനെ ഒരു ഡ്രൈവ് ത്രൂ ഒരു, അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഒരു ഡ്രീം. വേഗം നടക്കട്ടെ അല്ലേ? ഓക്കേ, ഓൾ ദി വെരി ബെസ്റ്റ്. ദിസ് ഇയർ എന്തായാലും ഞങ്ങൾ അത് ഫുൾഫിൽ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ അങ്ങനെ നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. എന്താണ് 2 വർഷത്തിൽ ഒരു 10 ഔട്ട്ലെറ്റ്? ഒരു മിനിറ്റ്, ആ മൈക്ക് കൊടുക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. സ്വപ്നം ചോദിച്ചാണല്ലോ. അല്ല, ഇത് അവരോടാ പറയേണ്ടത്. 2 വർഷത്തിൽ ഇൻഷാല്ലാ ഒരു 10 ഔട്ട്ലെറ്റ് ചിക്ലെറ്റ്സിന്റെ പ്രതീക്ഷിക്കുന്നു. അത് നടക്കട്ടെ, അത് പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ചിക്ലെറ്റ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ബൗഷർ, അൽമുനൈല, ഡോൾഫിൻ വില്ലേജ് ഒക്കെ അല്ലേ, അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ സ്പാർ സൂപ്പർ മാർക്കറ്റ് കാണാം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. പിന്നെ മറക്കണ്ട, ഈ 2024 മെയ് മാസം മുഴുവനും ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിന് ഇവര് ടോട്ടൽ ബില്ലിൽ 20% ആണ് ഡിസ്കൗണ്ട് വരുന്നത്.